ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിലുള്ളത്. ഞാൻ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം രാത്രി കുറച്ച് പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. പച്ചരിയൊക്കെ കഴുകി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ തേങ്ങായും ചോറും കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ജീരകം. ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിപ്പോകരുത്, ശകലം ചേർത്താൽ മതിയേ. ഏലക്ക, പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങൾ ഒന്ന് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. വട്ടയപ്പത്തിനുള്ള പഞ്ചസാര ചേർക്കുമ്പം ഒരു ശകലം മാവിൽ മുന്നിട്ട് നിൽക്കുന്ന പോലെ പഞ്ചസാര ചേർക്കണം. ആവിയിൽ പുഴുങ്ങിയെടുത്ത് വരുമ്പോൾ കുറച്ച് മധുരം കുറയും. അതുകൊണ്ട് ആ ഒരു കണക്കിന് വേണം പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഒരു 9:30 ആയപ്പോൾ ഞാൻ മാവ് അരച്ച് വെച്ചു. ഒരു 5 മണിക്കൂർ വെച്ചപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. വട്ടയപ്പം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പാല് കാച്ചാനുണ്ടായിരുന്നേ. പാല് കാച്ചിക്കൊണ്ട് നിൽക്കുക, ഞാൻ അടുത്ത് തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ. അന്നേരമാണ് കുഞ്ഞിപ്പെണ്ണ് എന്തോ തട്ടിയിട്ട് അതെന്നാന്ന് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് തിരിഞ്ഞതേ ഉള്ളൂ. അന്നേരത്തേക്ക് പാലൊക്കെ തിളച്ച് തൂകി. പിന്നെ വട്ടയപ്പമൊക്കെ ആക്കി ഞങ്ങളത് മുറിച്ച് കഴിക്കുക കേട്ടോ. കപ്പി കാച്ചാതെ ഒക്കെ നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു വട്ടയപ്പം. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചായ കുടിക്കലെല്ലാം കഴിഞ്ഞ് വെച്ച് ചേട്ടായി കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെട്ടി കഴുകി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് കറി വെക്കുകയും വറക്കുകയും ഒക്കെ ചെയ്യാമെന്നും പറഞ്ഞ് അതൊക്കെ ഞാനൊന്ന് വെട്ടി കഴുകി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി എല്ലാം എടുത്തതാണ്. പലവകയാണ്, പല സൈസ് മീനുകളെല്ലാം ഉണ്ടാവും. അതിനാണ് ഈ പലവക എന്ന് പറയുന്നത്. രാത്രി കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കറി വെക്കണം. മീനൊക്കെ വെട്ടി തേച്ച് കഴുകി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചപ്പോഴത്തേക്ക് മഴ പെയ്തു. ചേട്ടായി തുണിയൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ ഓടി വന്നപ്പോഴത്തേക്ക് ചേട്ടായി തുണിയൊക്കെ എടുക്കാൻ തുടങ്ങിയേ. വണ്ടിക്കാർ കൊണ്ടുവന്നതാണേ. 1 കിലോ തക്കാളിക്ക് 10 രൂപ. അങ്ങനെ ചേട്ടായി 3 കിലോ തക്കാളി മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം തക്കാളി കറിയൊക്കെ വെച്ച് വേഗം തീർക്കണം. എല്ലാം പഴുത്തതാണ്. പച്ചയായിട്ട് ഇരിക്കുന്നതാണെങ്കിൽ കുറച്ച് നാൾ ഇരിക്കും. പക്ഷേ എല്ലാം പഴുത്തതേ ഉണ്ടായിരുന്നുള്ളെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പഴുത്ത് തന്നെയാണ് മേടിച്ചത്. വരുവാ, എന്താ അങ്ങൊക്കെ ഇരുണ്ട് മൂടി വരുന്നുണ്ട് ചേട്ടേ. നല്ല മഴ പെയ്യും തോന്നുന്നല്ലേ. മഴയൊക്കെ ചെറുതായിട്ട് ചാറിയതേ ഉള്ളൂ, വലിയ കാര്യമായിട്ട് പെയ്തൊന്നുമില്ല. രാവിലെ തറ തുടയ്ക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വൈകുന്നേരമാണ് തറയൊക്കെ തുടച്ചത്. തറ തുടയ്ക്കലെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് കഴുകിയിടുക. ഇവിടെ കുറച്ച് വൈലറ്റ് വഴുതനങ്ങ ഉണ്ട്. രാത്രിയിൽ തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും വെക്കാം എന്ന് വിചാരിച്ച് ഞാൻ 2-3 എണ്ണം മൂത്തത് നിപ്പുണ്ടായിരുന്നു, അത് പറിച്ചു. അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് രാവിലത്തെ ബീൻസ് തോരൻ്റെ ബാക്കി ശകലം ഇരിപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ രാത്രിക്കത്തേക്ക് വഴുതനങ്ങയൊന്നും വെച്ചില്ല. കാണാനൊക്കെ നല്ല രസമായി ഈ വഴുതനങ്ങ, നല്ല കളറല്ലേ. പക്ഷേ ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പച്ച കളറിലുള്ള വഴുതനങ്ങയില്ലേ, അതാ രസം തോന്നിയിട്ടുള്ളത്. അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറക് എടുക്കാൻ വേണ്ടി വന്നതാണ്. ആ ഒരു അടുപ്പിൽ വിറക് കട്ടിയുള്ള വിറകൊന്നും അങ്ങനെ കൊള്ളത്തില്ല. ചെറിയ ചെറിയ വിറകുകളല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വിറകിൻ്റെ കമ്പൊക്കെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കുക. ഈ വിറക് വെച്ചേക്കുന്ന സ്ഥലത്തും കോഴിക്കൂട്ടിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് കുറച്ച് പാൽക്കായവും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെള്ളത്തിൽ കലക്കി തളിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് സാധാരണ പൊടികളൊക്കെ ചൂടാക്കുന്ന പോലെ തന്നെ എണ്ണ ഒഴിക്കാതെ മുളകും മല്ലി മഞ്ഞളും ഒന്ന് ചൂടാക്കിയെടുക്കുക. തീ ഓഫാക്കി കഴിഞ്ഞിട്ട് കുറച്ച് പെരിഞ്ജീരകവും കുരുമുളകും കൂടെ ഇട്ട് കൊടുക്കും. ഇപ്പം മുളകും മല്ലി മഞ്ഞളും മാത്രമേ ചൂടാക്കുന്നുള്ളേ. ലാസ്റ്റാണ് പെരിഞ്ജീരകവും കുരുമുളകും ഇട്ട് കൊടുക്കുന്നത്. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ. ചിക്കനൊക്കെ കഴുകി വെള്ളം പോകാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പൊടികളൊക്കെ ചൂടാക്കി ആ ചീനച്ചട്ടി തന്നെ എണ്ണ ഒഴിച്ച് എന്നിട്ട്
കടുകിട്ടിട്ട് പൊട്ടിക്കാൻ പോവുക. ഞാൻ സാധാരണ ചിക്കൻ കറി വെക്കുമ്പം ചിക്കനല്ല ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ കടുക് ഇടാതെയാണ് വെക്കുന്നത്. ഇന്നിപ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പം 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുവാണേ. മുളക് ഞാൻ കഴുകിയതായിരുന്നു, അതുകൊണ്ടാണ് എണ്ണയിലിട്ട് പോകുന്ന ഒരു പൊട്ടിത്തെറിക്കലൊക്കെ. ഇനി സവാള 2 സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. പച്ചമുളക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ. തേങ്ങാക്കൊത്തും ഇടുന്നില്ല. ഇഷ്ടമാണെങ്കിൽ പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് സവാള വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു തക്കാളിക്ക അരിഞ്ഞിട്ട് കൊടുക്കുവാണ്. ഒരു ചെറിയ തക്കാളിയാണ്. ചിക്കൻ കറി. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടല്ലേ. ഇത് ചിക്കൻ കറി അടി. ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുവാണേ. കഴുകി വെള്ളമൊക്കെ പോകാൻ വെച്ചേക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഇതിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പൊടിയിട്ട് കൊടുക്കാം. ചിക്കൻ കറിയൊക്കെ നല്ലതായിരുന്നു. അതിനകത്ത് ഇച്ചിരി മല്ലിയിലയുടെയും തേങ്ങാക്കൊത്തിൻ്റെയും കുറവുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചാറായിട്ടല്ല വെക്കുന്നത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ പെരണ്ടിരിക്കുന്ന പരുവത്തിലാണ് കറി വെക്കുന്നത്. കുഞ്ഞോ, വെറുതെ വെള്ളം കുടിക്കണ്ടേ? നീ കുറേ നേരം ആവശ്യമില്ലാണ്ട് വെള്ളം കുടിക്കുന്നു. പിന്നെ വയറുവേദനയാ, ഛർദ്ദിക്കാൻ വരുന്നു എന്നൊന്നും പറയരുത്. ആവശ്യത്തിന് വെള്ളം കുടിക്കണം, അനാവശ്യത്തിന് കുടിക്കണ്ട. വെറുതെ കൊണ്ട് നടന്ന് കുടിക്കുക. പൊടികളൊക്കെ ചേർത്തു. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. കുക്കറിലല്ല, ഇങ്ങനെ ചീനച്ചട്ടി തന്നെ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ചെയ്യുന്നത്. രാത്രിയിലേക്ക് ചോറില്ലായിരുന്നു. ഞാൻ ചോറൊക്കെ വെച്ച് ഊറ്റിയിട്ടു. ചിക്കൻ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആയിട്ടില്ല. പിന്നൊന്ന് മേലൊക്കെ കഴുകി വന്ന് രാത്രിയിലെ ചോറ് കഴിക്കുക. രാവിലത്തെ ബീൻസ് തോരൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ കഴിച്ച് ഇനി പാത്രമൊക്കെ കഴുകാനുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.